ഉപ്പുതറ പഞ്ചായത്തിൽ നിർമ്മിച്ച സ്ലോട്ടർ ഹൌസ് പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം. 2010-2015 വർഷത്തെ ഭരണസമിതി 32 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്ലോട്ടർ ഹൌസിനായി കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് വന്ന 2 ഭരണസമിതികളും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 2010-2015 ഭരണസമിതിയുടെ കാലത്താണ് ഉപ്പുതറയിൽ സ്ലോട്ടർ ഹൌസ് നിർമ്മിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് 32 ലക്ഷം രൂപ മുടക്കി കൃഷിഭവന് പിന്നിലായി സ്ലോട്ടർ ഹൌസ് നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായതോടെ ഭരണസമിതിയുടെ കാലാവധിയും പൂർത്തിയായി. കോൺഗ്രസ് ഭരണസമിതിയാണ് കെട്ടിടം നിർമ്മിച്ചത്. പിന്നാലെ വന്നത് LDF ഭരണസമിതിയാണ്. ഈ ഭരണസമിതി തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. കെട്ടിടം അങ്ങനെ വെറുതെ കിടും. 2020-2025 വന്ന ഭരണസമിതിയും സ്ലോട്ടർ ഹൌസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ല. പകരം ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് പിരിയാനുള്ള ഇടമായി ഇത് മാറ്റി. മാർക്കറ്റിൽ മാംസ സ്റ്റാൾ ഉണ്ടായിരുന്നു. സ്ലോട്ടർ ഹൌസ് ഇല്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മാടുകളെ കശാപ്പ് ചെയ്ത് വിൽപ്പന നടത്തുന്നുവെന്നുള്ള പരാതിയിൽ ഇറച്ചി വിൽപ്പന അധികൃതർ തടഞ്ഞു. ഇതോടെ ഉപ്പുതറയിൽ മാംസം കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി. മാർക്കറ്റിൽ ഇറച്ചി ലഭിക്കുന്നില്ല. മത്സ്യം ലഭിക്കാതായിട്ട് വർഷങ്ങളോളമായി. മാർക്കറ്റിൽ അങ്ങനെ കുറച്ച് പച്ചക്കറി വ്യാപാരികൾ മാത്രം ഇരിക്കുന്നു. മാർക്കറ്റ് ആളുകൾ കയറാതെ ശുഷ്കമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു. എന്നാൽ ഭരിക്കുന്ന പഞ്ചായത്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ഇപ്പൊ ഉപ്പുതറ മാർക്കറ്റിൽ ഇറച്ചി ലഭിക്കാതെ വരുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോട്ടർ ഹൌസ് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ 2010-15 കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപ്പുതറ പഞ്ചായത്തിന് ഭരണസമിതിയിൽ അംഗമായ കാലത്ത് ശുചിത്വ നിന്നും 32 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ അതിന്റെ കെട്ടിടങ്ങളൊക്കെ പണിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം 2 ഭരണസമിതികൾ അധികാരത്തിൽ വന്നെങ്കിലും അവിടെ അത് ആ സ്ലോട്ടർ ഹൗസ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അവിടെ ഇപ്പം ഹരിതകർമ്മസേനയിലെ ആളുകള് വന്ന് പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന പ്രവൃത്തി അവിടെ വെച്ച് നടത്തുന്ന രീതി വരുന്നു. ഉപ്പുതറ മാർക്കറ്റ് ഇറച്ചിയില്ല, മീനില്ല, അതുകൊണ്ട് ആളുകൾ കൊണ്ട് കയറുന്നില്ല. 32 ലക്ഷം രൂപ മുടക്കി സ്ലോട്ടർ ഹൌസിനായി നിർമ്മിച്ച കെട്ടിടം ഇങ്ങനെ കിടക്കുമ്പോഴാണ് സ്ലോട്ടർ ഹൌസിന്റെ പേരിൽ സെക്രട്ടറി മാംസ വ്യാപാരം തടഞ്ഞത്. അനാവശ്യമായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും നടന്നത്. എന്നാൽ 32 ലക്ഷം മുടക്കിയ സ്ലോട്ടർ ഹൌസ് പ്രവർത്തിപ്പിക്കാൻ ഫണ്ട് നീക്കിവെച്ചില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.